ആട് 3 എന്ന് പറഞ്ഞ സിനിമ ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഈ സിനിമയിൽ കുറച്ച് ലോജിക്ക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. ഇന്നലെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു പുള്ളിക്കാരൻ ഒരു വീഡിയോ ചെയ്യുന്നിങ്ങനെ കണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഫിക്ഷനുള്ള സിനിമയല്ലേ, ഇതിലൊക്കെ ഒരു ലോജിക്ക് നോക്കാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാനൊരിക്കലും ആ സിനിമേനെ ഡീഗ്രേഡിങ് ചെയ്യാൻ അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി നോക്കില്ല. പക്ഷേ സിനിമ കണ്ട സമയത്ത് ഇതൊക്കെ ഒരു മിസ്റ്റേക്കല്ലേ, ഇതൊക്കെ ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ എന്നുള്ള കാര്യം എനിക്ക് തോന്നിയത് കൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണം. അതായത് ഇവിടുത്തെ ചില യൂട്യൂബേഴ്സ് പറയും, ചില സിനിമ റിവ്യൂവേഴ്സൊക്കെ പറയുന്നുണ്ട്, ഇപ്പം ഒരാൾക്ക് ഒരു വ്യൂ പോയിൻ്റ് കൂടെ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായൊരു കാര്യമാണെന്നാണ് ഇവിടുത്തെ യൂട്യൂബേഴ്സ് പറഞ്ഞത്. അപ്പം ഞാനൊരു കാര്യം വെച്ച് ഈ സിനിമേനെ ഡീഗ്രേഡിങ് ചെയ്യാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പോലെ വന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പോകുന്ന ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ സിനിമ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പോയ കാര്യം, അല്ലെങ്കിൽ ഇതെന്താണ് ഒരു ക്ലാരിറ്റി എന്ന് പോലും കിട്ടാത്ത ഒരു കാര്യമാണ്. ഇതൊരു ടൈം ട്രാവലാണോ അതോ ഒരു പുനർജന്മത്തിൻ്റെ കഥയാണോ എന്നുള്ള കാര്യങ്ങൾ. ടൈം ട്രാവലാണ് കാണിക്കുന്നതെങ്കിൽ ടൈം ട്രാവൽ ചെയ്യാനുള്ളൊരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു മൊമെൻറ്റ്, ഒരു എക്സ്പ്ലനേഷൻ, കുറച്ച് കാര്യങ്ങളും കൂടെ ഈ സിനിമയിൽ വേണമായിരുന്നു എനിക്ക് തോന്നിപ്പോയി. അത് കണ്ടവർക്കും അല്ലെങ്കിൽ ഒരു സിനിമ ആസ്വാദകർക്ക് അത് കറക്റ്റ് മനസ്സിലാവും. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളാണൊക്കെ പറഞ്ഞുതരാം. ഷാജി പാപ്പനും ഗ്യാങ്ങുകളും പ്രസൻറ്റ് കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 2026 പത്മനാഭൻ രാജാവിൻ്റെ കഥ കാണിക്കുന്നത് 1700 വർഷത്തിലാണ് കാണിക്കുന്നത്. ഈ പത്മനാഭൻ രാജാവിൻ്റെ കയ്യിലാണ് ഈ ഒരു നക്ഷത്രധൂൾ എന്നുള്ള ഒരു സംഭവം ഇരിക്കുന്നത്. ഈ ഒരു സംഭവമാണ് രാജാവ് കൈക്കലാക്കിയതെങ്കിൽ രാജാവിനെ മാത്രമല്ലേ ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതായത് രാജാവിന് മാത്രമാണ് ഇപ്പം ഷാജി പാപ്പൻ്റെ കാലത്തേക്ക് വരാൻ വേണ്ടി പറ്റുന്നത്. അല്ലാതെ ഷാജി പാപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ആ ഒരു ഫാക്ടറിയുടെ അവശിഷ്ടങ്ങൾ കളക്ട് ചെയ്യാനുള്ളൊരു ശ്രമവും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഷാജി പാപ്പന് തിരിച്ചൊരു കാലഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ഇതിൽ ഒരു എക്സ്പ്ലനേഷൻ പോലും ഇല്ലാതെയാണ് ഈ ഒരു സാത്താൻ സേവറിൻ്റെ കയ്യിലേക്ക് ഒരു പേപ്പർ ഇങ്ങനെ വന്ന് വീഴുന്നത്. സാത്താൻ സേവറിൻ്റെ ഒരു കാലം പഴയ വാൾട്ടറിൻ്റെ കാലത്തിലേക്ക് ഇങ്ങനെ പോണത്. അപ്പോൾ ഷാജി പാപ്പനും ഗ്യാങ്ങുകളും തമ്മിൽ ഒരു കണക്ഷനിലിരിക്കുന്ന സമയത്താണ് ഈ ഒരു സാത്താൻ സേവൻ ഇങ്ങനെ ഒരു സംഭവം പറ്റുന്നത്. വാൾട്ടറും പത്മനാഭനും തമ്മിൽ ചെറിയൊരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ പോലും സാത്താൻ സേവറും ഷാജി പാപ്പനും തമ്മിൽ ഇപ്പോൾ ഒരു അത്ര ബോണ്ടിങ്ങിനല്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, പന്നിമറ്റത്തിൽ ഷാജി പാപ്പൻ എന്നാണ് നമ്മുടെ ജയസൂര്യയുടെ കഥാപാത്രത്തിൻ്റെ പേര്. ഷാജി പാപ്പന് പുനർജന്മം ഉണ്ടെങ്കിൽ പന്നിമറ്റത്തിലെ ക്രിസ്ത്യാനിയായ ഷാജി പാപ്പൻ്റെ പുനർജന്മം ഒരു ക്രിസ്ത്യാനി ആയിരിക്കണ്ടേ? അതെങ്ങനെ പത്മനാഭൻ രാജാവായിട്ട് മാറി എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. രാജാവിൻ്റെ പിൻതലമുറക്കാരായിട്ട് വരുന്നെങ്കിൽ പിന്നെ രാജാവിൻ്റെ അതേ ഒരു മതവും കാര്യങ്ങളൊക്കെ ഇരിക്കണം. ഷാജി പാപ്പൻ്റെ ഒരു മുൻ തലമുറയാണെങ്കിൽ അതൊരു ക്രിസ്ത്യാനിയായിട്ടല്ലേ വരേണ്ടത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഷാജി പാപ്പൻ്റെ ആ ഒരു പുനർജന്മത്തെ പറ്റിയുള്ള ഒരു ചെറിയൊരു നെഗറ്റീവ് ഒരു കാര്യമാണ്. പിന്നെ ടൈം ട്രാവലർ ആണെങ്കിൽ ഷാജി പാപ്പൻ്റെ കയ്യിൽ ഒരു എലമെൻറ്റ് പോലും ഇല്ല ടൈം ട്രാവലർ പാപ്പ. അല്ലെങ്കിൽ ആ ഒരു പാലത്തിൽ ഇന്നും ആ നക്ഷത്ര ധൂളി ഉണ്ടെന്ന് കാണിക്കുന്ന ആ ഒരു സംഭവം ഷാജി പാപ്പൻ അത് കയ്യിലാക്കുന്നത്. പിന്നെ ഒരു ടൈം ട്രാവൽ നടത്തേണ്ട ഒരു ആവശ്യകത ഉണ്ട ഒരു സംഭവം വന്നിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒന്ന് പൊളിച്ചേരുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ക്ലൈമാക്സ് പോർഷൻ വരാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പായി പോകുന്ന ആ ഒരു കാര്യത്തൊക്കെ എനിക്ക് അത് കണ്ടിട്ട് കഥാപരമായിട്ടുള്ള ഒരു ഇതിനു വേണ്ടി എടുത്ത് മാറ്റിയിട്ടുള്ളതാണ് എനിക്ക് തോന്നിപ്പോയത്. പക്ഷേ അതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രോപ്പറായിട്ടുള്ളൊരു ക്ലാരിറ്റി, ഒരു എലമെൻ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് വന്നേനെ ഈ ഒരു സംഭവം. എടുത്ത് വെച്ചിരിക്കുന്ന തീമുകളൊക്കെ നൈസാണ്, ടൈം ട്രാവൽ ഷിഫ്റ്റിംഗ് ഒക്കെ പക്ഷേ ഒരു ക്ലാരിറ്റി പോലും കിട്ടാത്തത് എങ്ങനെ ഈ ഒരു കാര്യം ഷിഫ്റ്റഡായി പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സംശയവും കാര്യങ്ങളൊക്കെ. എനിക്ക് ആ ഒരു പടം കണ്ട സമയത്ത് എനിക്കതിനൊരു ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ സിനിമ കൊണ്ട് എനിക്കൊന്നും അർത്ഥമാക്കാൻ വേണ്ടി പോലും പറ്റുന്നില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെയും ഇനിയൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അവിടെ ഇവിടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ ഒരു എലമെൻറ്റ് കിട്ടും. ഇതൊക്കെ എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരാൾ സാത്താൻ സേവർ ടൈം ട്രാവലിൽ പോകുന്ന നേരത്തെ ബാക്കി എല്ലാവരും കൂടെ അങ്ങ് കാലത്തേക്ക് പോകുന്നതൊക്കെ ഒട്ടും അക്സെപ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. അതിപ്പം ഷാജി പാപ്പൻ്റെ കയ്യിൽ വന്നിരുന്നെങ്കിൽ ഒരു എലമെൻ്റ്, ഷാജി പാപ്പനാണല്ലോ എല്ലാത്തിൻ്റെയും ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ലിങ്ക് ചെയ്ത് പോണൊരു കഥാപാത്രം ഷാജി പാപ്പനും ഗ്യാങ്ങുമാണ്. അപ്പോൾ അവർക്കൊരു ടൈം ട്രാവലർ കിട്ടിയിരുന്നെങ്കിൽ അവർ പുണർത്തി ഇവർക്ക് കൂടെ വരാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഒരു പഴയ കാലത്ത് ആ ഒരു കണക്ഷനും അവിടെ ചിന്തിക്കണം. അപ്പോൾ പ്രസൻറ്റ് കാലഘട്ടത്തിലേക്കുള്ള ഇവർക്ക് കിട്ടിയ ഒരു ടൈം ട്രാവലറാണോ അതൊരു
പുനർജന്മമാണോ ഇനി കഴിഞ്ഞ കാലത്തിൻ്റെ കഥയാണോ കാണിക്കുന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് വ്യക്തമായിട്ട് കിട്ടുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിപ്പോനെ ഇത്ര മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ഇനി ഇതേപോലെയുള്ള ചില മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, അജു വർഗീസിൻ്റെയും സൃന്ദയുടെയും കഥാപാത്രം, ഈ രണ്ട് കഥാപാത്രങ്ങൾ സത്യം പറഞ്ഞ് ആ ഒരു പഴയ ആ ഒരു എന്താണ് നമ്മുടെ ഡ്രൈവർ പൊന്നപ്പൻ്റെ ആ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ സംഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോയിക്കാൻ ഒട്ടും അങ്ങോട്ട് വർക്കൗട്ടായിട്ട് വന്നതെന്നാണ് ഞാൻ പറയേണ്ടത്. അമ്മാതിരി എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഒട്ടും അങ്ങോട്ട് വർക്കൗട്ടായിരുന്നു മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ഇതും കൂടെ എനിക്ക് ഞാൻ ഓർമ്മിച്ചുകൊള്ളുകയാണ്. ഇനി ഇതിൻ്റെ മറ്റെന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷനെ കിട്ടുമെങ്കിൽ ഞാൻ നിങ്ങൾ അറിയുന്നതായിരിക്കും. ഇത്രയുള്ളൂ എനിക്ക് പറയാനായിട്ട്.